കേരള കഫേ ഹോട്ടൽ ഉടമയെ കൊന്നതോ കൊല്ലിച്ചതോ? ജീവനക്കാർ കൊലപ്പെടുത്തിയ തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശം പ്രവർത്തിക്കുന്ന കേരള കഫേ ഹോട്ടൽ ഉടമ ഇടപ്പഴഞ്ഞി ശ്രീലൈൻ കീർത്തനയിൽ 60 വയസ്സുകാരനായ ജസ്റ്റിൻ രാജിന്റെ മരണകാരണം അതിക്രൂര മർദ്ദനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിന്റെ ആഘാതത്തിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേൽക്കുകയും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. കയറോ തുണിയോ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതിൻ്റെ പാടുകൾ കഴുത്തിലുണ്ട്. ശക്തമായ ഇടിയിൽ നെഞ്ചിൽ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു. ITV ന്യൂസ് ഇന്ന് പ്രധാനമായും അന്വേഷിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 2 ജീവനക്കാർ ചേർന്ന് തങ്ങളുടെ മുതലാളിയെ ക്രൂരമായി കൊലപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? 2, ഇവരിത് സ്വയമേ ചെയ്തതാണോ അതോ മറ്റാരെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിച്ചതാണോ? നിലവിൽ കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന 2 പേരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ 2 പേർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ജയിൽ ശിക്ഷ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. 2 പേരും ഈ അടുത്ത കാലത്താണ് ഇവിടെ ജോലിക്ക് വന്നത്. 2 പ്രതികൾ തമ്മിലും വളരെയേറെ സൗഹൃദത്തിലുമായിരുന്നു, സാമ്യവുമുണ്ട്. ഹോട്ടലിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച നേപ്പാൾ സ്വദേശി 35-കാരനായ ഡേവിഡ് ദിൽകുമാർ, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി 35-കാരനായ R രാജേഷ് എന്നിവരാണ് ജസ്റ്റിനെ കൊലപ്പെടുത്തിയത്. ജ്യൂസ് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ഹോട്ടലിൽ ഡേവിഡിന്. രാജേഷിനായിരുന്നു പാചകത്തിൻ്റെ ചുമതല. നേപ്പാൾ സ്വദേശി എന്ന് പറയപ്പെടുന്ന ഡേവിഡിൻ്റെ പേരിൽ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ വധശ്രമവും മോഷണവും അടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഡേവിഡ് എറണാകുളം, കോവളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മോഷണം, അടിപിടി കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 30 ദിവസത്തെ റിമാൻഡ് ശിക്ഷയ്ക്ക് ശേഷമാണ് ഡേവിഡ് ഇടപ്പഴഞ്ഞിയിലെ ഹോട്ടലിൽ ജോലിക്കെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഡേവിഡിനെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡേവിഡിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പലതും വ്യാജമാണെന്ന് പോലീസ് സംശയിക്കുന്നു. നേപ്പാളിലെ വിലാസവും ക്രിമിനൽ കേസ് വിവരങ്ങളും അന്വേഷിക്കുവാൻ നടപടി ആരംഭിച്ചു എന്നും പോലീസ് അറിയിച്ചു. രാജേഷിനെതിരെ വിഴിഞ്ഞത്ത് നേരെ കേസുണ്ടായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഇയാളൊരു കൊടും ക്രിമിനൽ ആണെന്നറിയാതെ ജോലിക്കെടുക്കുകയായിരുന്നോ അതോ ഇത്തരമൊരു ക്രിമിനലിനെ മനഃപൂർവ്വം അവിടേക്ക് ജോലിക്ക് കയറ്റിയതോ? അതുപോലെ കൂട്ടുപ്രതിയായ അടിമലത്തുറ രാജേഷ് ബോക്സിംഗ് താരമാണ്. ഇയാളുടെ ഇടിയിലാണ് ജസ്റ്റിൻ രാജിൻ്റെ പരിക്കുകൾ കൂടുതലും. നെഞ്ചിൻ്റെ എല്ലിൻ്റെ പൊട്ടലും രാജേഷിൻ്റെ ഇടിയിൽ സംഭവിച്ചതാണ് എന്നാണ് പോലീസ് ഭാഷ്യം. രാജേഷിൻ്റെ പേരിൽ വിഴിഞ്ഞം സ്റ്റേഷനിൽ ഉൾപ്പെടെ ക്രിമിനൽ കേസുകളുണ്ട്. ഈ 2 ക്രിമിനലുകളും തമ്മിൽ എങ്ങനെ ഒത്തു? ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ആരാണ് കൊടും ക്രിമിനലായ രാജേഷിനെയും എടുത്തത്? കേരള കഫേയുടെ ഉടമ ജസ്റ്റിൻ രാജ് മാത്രമായിരുന്നില്ല, മറ്റ് 3 പാർട്ട്ണർമാർ കൂടിയുണ്ട് എന്നാണ് വിവരം. ആരാണവർ? അവർക്ക് എത്രത്തോളം ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു? ജസ്റ്റിൻ രാജായിരുന്നു കടയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. മറ്റു പാർട്ട്ണർമാർ രംഗത്തെ ഉണ്ടായിരുന്നില്ല. ആരാണ് ആ അദൃശ്യ പാർട്ട്ണർമാർ? കേട്ടാലാർക്കും വിശ്വസനീയമായ ഒരു നറേഷനാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവനക്കാർ ജോലിക്കെത്താത്തതന്വേഷിച്ച് അവരുടെ താമസ സ്ഥലത്തെത്തിയ ജസ്റ്റിൻ ആക്രമണത്തിനിരയാകുകയായിരുന്നു എന്നും ജോലിക്കെത്താത്തതിൻ്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടുവാനും വാടക വീട്ടിൽ നിന്ന് പുറത്താക്കുവാനും തീരുമാനിച്ചതിലുള്ള പകയാണ് കൊലയിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം. രാവിലെ 6 മണിക്ക് ജസ്റ്റിൻ ഹോട്ടലിലെത്തിയപ്പോൾ രാജേഷും ഡേവിഡും ജോലിക്ക് കയറിയിരുന്നില്ല. 8 മണിയായിട്ടും കാണാതായതോടെ ഇടപ്പഴഞ്ഞിയിൽ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് അദ്ദേഹം പോയി. ഡേവിഡും രാജേഷും ഉൾപ്പെടെ 3 ജീവനക്കാർ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇവരെ മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ കണ്ടതോടെ ജസ്റ്റിൻ ക്ഷുഭിതനായി. ഇനി ജോലിക്ക് വരേണ്ടെന്നും ഉടൻ വീട്ടിൽ നിന്നിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലും. തുടർന്ന് വാക്കേറ്റം രൂക്ഷമാകുകയും പ്രകോപിതരായ ഇരുവരും ജസ്റ്റിനെ ആക്രമിക്കുകയും ജസ്റ്റിനെ മുറിയിലിട്ട് ക്രൂരമായി അടിച്ച സംഘം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. ഏതാണ്ട് ഉച്ചയോടെയായിരിക്കാം ജസ്റ്റിൻ രാജ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം. മരിച്ചെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹം വീടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്തെത്തിച്ചു. തുടർന്ന് മൃതദേഹം പായകൊണ്ട് മൂടിയ സംഘം ജസ്റ്റിൻ്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് കടന്നു കളഞ്ഞു. ജസ്റ്റിൻ രാജിൻ്റെ ATM കാർഡ് കൈക്കലാക്കി പണമെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ച് കിട്ടിയ പണവുമായി ഒളിവിൽ പോകുവാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ഉള്ള വിവരം പറഞ്ഞെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു. ആക്രമണത്തിൽ 4 പോലീസുകാർക്കും പരിക്കേറ്റിയിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശിയായ ജസ്റ്റിനും കുടുംബവും 25 വർഷം മുമ്പാണ് ഇടപ്പഴഞ്ഞിയിൽ താമസം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന അദ്ദേഹം ടാക്സി സർവീസ് ബിസിനസ്സും നടത്തി. 1 വർഷം മുമ്പാണ് 3 സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ തുടങ്ങിയത്. രാവിലെ പതിവായി ഹോട്ടൽ തുറക്കുന്നതും നോക്കി നടത്തുന്നതുമെല്ലാം ജസ്റ്റിനായിരുന്നു.
പാറശാല മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M. സത്യനേശന്റെ മകൾ ഗീതയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ്. ജലസേചന വകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിതയാണ് ജസ്റ്റിന്റെ ഭാര്യ. മകൻ ഡോക്ടർ കിരൺ ദുബൈയിലാണ്. ജസ്റ്റിൻ രാജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാര ശുശ്രൂഷ നാളെ വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ 10 വരെ ഇടപ്പഴിഞ്ഞി ശ്രീലൈനിലെ വസതിയിൽ നടക്കും. രാവിലെ 11 മണിക്ക് നെയ്യാറ്റിൻകര ഓലത്താന്നിയിലെ കുടുംബ വീട്ടിലാണ് സംസ്കാരം. കൊലപാതകം ആസൂത്രിതമായല്ല നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നും പോലീസ് സംശയിക്കുന്നു. പക്ഷേ ഇവർ ഇത് സ്വമേധയാ ചെയ്തതാണോ അതോ ഈ ക്രിമിനലുകളെ കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ച കൊലപാതകമാണോ എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.